കോൺഗ്രസ് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താണ്. ലക്ഷ്യ 2026 ഒക്കെ നമ്മൾ കണ്ടു. വി.ഡി. സതീശൻ മുന്നിൽ നിന്നുകൊണ്ട് കെ.സി. ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും ഒക്കെ എല്ലാ നേതാക്കളും ഒത്തൊരുമിച്ച് നിന്നാണ് UDF എന്ന ടീമിനെ നയിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ? നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് കരുതുന്നത് ആരെയാണ്? താങ്കൾ കരുതുന്നത് ആരെയാണ്? അത് തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് 5 തവണ പറവൂർ പോലെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ശക്തമായിട്ട് മത്സരം കാഴ്ചവെച്ചു, വിജയിച്ചു. വീണ്ടും അദ്ദേഹം ഇനി മത്സരത്തിന് ഇറങ്ങുകയാണ്, അല്ലെ? അപ്പോ അത് മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തിന്റെ നിലപാടുകളെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ന് കേരള രാഷ്ട്രീയം അടിമുടി വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉറച്ച ഒരു നിലപാടുണ്ട്. എന്നെ ഒരു സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാനും കിട്ടില്ല എന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് വരെ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നമുക്കറിയാം, ഈ സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകുന്ന ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇടതുപക്ഷത്തിന് അത്രയും ആഴത്തിൽ വേരോട്ടമുള്ള ഒരു ഇടത്താണ് അദ്ദേഹം വിജയിച്ചു കയറുന്നത് എന്നുള്ളത് നിസ്സാര കാര്യമല്ല. കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങാതെ അദ്ദേഹത്തിന്റെ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷത്തിനെതിരെ അദ്ദേഹം ഭരണപക്ഷത്തിനെതിരെ അദ്ദേഹം ഈ കണ്ട തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ നോക്കി നിന്നാൽ മതിയല്ലോ. ഒരുപാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ഒരു ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PV അൻവറെ UDF-ലേക്ക് എടുക്കണം എന്നുള്ള ഒരു നിലപാട് പല UDF-ന്റെ നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നടങ്കം പറഞ്ഞു, ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ടും ആര്യടൻ ഷൗക്കത്തിന് ഈ പറയുന്ന PV അൻവർ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ. എന്നിട്ടും ആ UDF-ന് അതോടൊപ്പം തന്നെ ആര്യടൻ ഷൗക്കത്തിന് 10,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒടുവിലത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, UDF-ന് വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടി. അപ്പോൾ എല്ലാ ഇലക്ഷനിലും വിജയിച്ചു വരുന്നതിന്റെ ഒരു പ്രധാന കാര്യമായിട്ടും സ്റ്റാർ ക്യാമ്പയിനറായിട്ടും നമ്മളെല്ലാവരും കരുതുന്നത് ഈ വ്യക്തിത്വത്തെ തന്നെയല്ലേ. പിന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വാദമാണല്ലോ പുനർജനി ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. താങ്കൾ തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം സന്ദർശിച്ചല്ലേ, പറവൂർ കേന്ദ്രീകരിച്ച് സന്ദർശിച്ചല്ലേ? അപ്പൊ എത്രമാത്രം ഉപഭോക്താക്കളെയാണ് താങ്കൾ കണ്ടത്? അതൊന്ന് വിവരിക്കാമോ? ഞങ്ങൾ വളരെ കുറച്ച് പേരുടെ അടുത്ത് മാത്രമേ പോയിട്ടുള്ളൂ. കാരണം നമുക്ക് സമയപരിധി ഉണ്ടായിരുന്നു. അത് കാരണം സമയപരിമിതി ഉള്ളത് കാരണം നമുക്ക് കുറച്ച് വീടുകളിൽ മാത്രമേ സന്ദർശനം നടത്താൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ചില വീടുകളിൽ ആളില്ലാത്ത, കാരണം അവർക്ക് ജോലിക്ക്, സാധാരണക്കാരായ മനുഷ്യരാണ്, അവർക്ക് ജോലിക്ക് പോയ സമയങ്ങളിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ അത് പ്രളയക്കെടുതി, അതാ പറഞ്ഞത്, പ്രളയക്കെടുതിയില് പ്രളയം വന്നു എന്നതിന് എന്താണ് തെളിവെന്നൊക്കെയാണ് പലരോടും അധികാരികൾ ചോദിച്ചിരുന്നത്. അങ്ങനെ വഴിമുട്ടി നിന്ന സമയത്ത്, ആ വീടൊന്നും ഇല്ലാതെ വഴിമുട്ടി നിന്ന വി.ഡി. സതീശനാണെന്ന് അദ്ദേഹം പാർട്ടി നോക്കിയിട്ടില്ല, അല്ലെ? ഇല്ല, പാർട്ടി നോക്കിയിട്ടില്ല. അവര് ഒരുപാട് CPM വീടുകളും നിങ്ങൾക്ക് സന്ദർശിക്കാൻ ഇടയായി, അല്ലെ? ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ കണ്ടു, ഒരുപാട് CPM ഇടതുപക്ഷ അനുഭാവികൾക്കും ഇത്തരത്തിൽ ആനുകൂല്യം ലഭിച്ചിരുന്നു എന്ന് കണ്ടു. നമുക്കാകെ വളരെ ഒരു 5 വീടുകളാണ് നമുക്ക്. അതിൽ 2 വീടുകൾ തന്നെ അതിൽ നിന്നുള്ള തന്നെ വളരെ വ്യക്തമല്ലേ, അദ്ദേഹം ദാനങ്ങൾ നീട്ടുമ്പോൾ, സഹായ ഹസ്തങ്ങൾ നീട്ടുമ്പോൾ അദ്ദേഹം അതിൽ പാർട്ടി നോക്കാറില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ല. മാത്രമല്ല, ആ ജനങ്ങൾ പറയുന്നുണ്ട്, ഇവിടെ വി.ഡി. സതീശൻ നിന്ന് കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കും അദ്ദേഹം ഞങ്ങളുടെ നായകനാണെന്നൊക്കെയാണ്. അത് മാത്രമല്ല, അദ്ദേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വികാരമാണല്ലോ. അത് മാത്രമല്ല, അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയൊക്കെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 100 സീറ്റിൽ കൂടുതൽ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അതായത് ടീം UDF-ന്റെ പ്രവർത്തനങ്ങളിൽ അത്രയ്ക്കും കോൺഫിഡന്റ് ആണ് അദ്ദേഹം. ദീർഘവീക്ഷണമുള്ള ഒരു നേതാവാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന SNDP-യുടെ ഈഴവ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പറവൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ സമുദായത്തിന്റെ ഉന്നതനായിട്ടുള്ള ആ ജനറൽ സെക്രട്ടറി വെല്ലുവിളിച്ചത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസിലെ മറ്റു പല നേതാക്കന്മാർക്കും ഇല്ലാത്ത ഒരു ആർജവമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറയണം. അത് മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF എന്ന മുന്നണി ഒറ്റക്കെട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഒറ്റക്കെട്ടാണ്. ഗ്രൂപ്പ് വഴക്കുകൾ കോൺഗ്രസിൽ കാണുന്നുണ്ടോ പഴയ പോലെ? അല്ല, ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ശശി തരൂരും വി.ഡി. സതീശനും സണ്ണി ജോസഫും ഒക്കെ ഏകപക്ഷീയമായിട്ട് ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുള്ള
ആ ഒരു വാർത്തയാണല്ലോ നമ്മൾ കണ്ടത്. അവരുടെ ഗ്രൂപ്പ് വഴക്കുകളെല്ലാം അവർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അവർ ശക്തമായിട്ട് ഗ്രൂപ്പ് വഴക്കുകളില്ല, ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നത് ആ ഒരു ഗ്രൂപ്പ് വഴക്കുകൾ പഴങ്കഥയായി അതെ മാറുകയാണ്. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത പോലെയാണോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്? ആദ്യം തന്നെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലേ? അതെ, തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ആദ്യമായിട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് കോൺഗ്രസ് ആയിരുന്നു.